കുഴപ്പമില്ല. സിനിമ നല്ലതാണ്. ഒരു ഹൃദയത്തിൽ തൊടുന്നൊരു സ്റ്റോറി, റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു നല്ല സിനിമ. കൊള്ളായിരുന്നു. അവിടെ നല്ല സെന്റിമെന്റ് ഉണ്ട്. അവസാനം സെന്റിമെന്റാണ്. നല്ല അഭിനയം കൊള്ളാം. സിനിമ ഒരു റിയൽ സ്റ്റോറി ആയതുകൊണ്ട് ബൈജു സന്തോഷ് ഗംഭീര പ്രകടനം. നന്നായിട്ട് നല്ല മൂവിയാണ്, കുഴപ്പമൊന്നുമില്ല. വലിയ ട്വിസ്റ്റ് ഒന്നും അങ്ങനെ നമുക്ക് പ്രഡിക്റ്റബിൾ ആണെന്നാലും കുഴപ്പമില്ല. നല്ല മൂവി. ഇല്ല, നല്ല പിള്ളേരെ എല്ലാവരും അഭിനയം നല്ല റോഷന്റെ അഭിനയം നല്ല സിനിമ. റോഷൻ നന്നായി. പേട്രിയ സിനിമയെക്കാളും കൊള്ളാം. നല്ല പടം, നല്ല സിനിമ, സൂപ്പർ. റോഷൻ നല്ല അഭിനയം, അടിപൊളി. കഥയും കൊള്ളാം, അഭിനയം കൊള്ളാം. ആ മറ്റേ ആ തമിഴന്മാരൊന്നില്ലേ, അവനൊക്കെ അടിപൊളി. നല്ല സിനിമ എന്ന് മാത്രമല്ല, നമ്മളെ ചൈൽഡ് മിസ്സിംഗ് കേസാണ്. അത് കേരളത്തിൽ നടന്നിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ജോസഫിൻ്റെ മറ്റൊരു പാറ്റേണിൽ പിടിച്ചിട്ടുള്ള നല്ല സിനിമ. എല്ലാവരുടെയും ബൈജുവിൻ്റെ അഭിനയം നല്ലതായിരുന്നു. അതുപോലെ റോഷൻ മാത്യൂസിൻ്റെ ബെസ്റ്റ് പെർഫോമൻസാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാമറ, സിനിമാറ്റോഗ്രാഫി ഒക്കെ നന്നായിട്ടുണ്ട്. നല്ല സിനിമ. മമ്മൂട്ടി പോലെ പേട്രി അതിനേക്കാളും കൊള്ളാം. നല്ല പടം കേട്ടോ, നല്ല പടമാണ്. പിന്നെ പത്മകുമാർ അറിയാമല്ലോ, ജോസഫ് ചെയ്ത ആളാണ്. ക്വാളിറ്റി ഉണ്ട്, ടെക്നിക്കൽ സൈഡൊക്കെ ഗംഭീരമാണ്. പിന്നെ ഒരു ഗുഡ് വാച്ചാണ്, ഡീസൻറ്റ് മൂവിയാണ്. അതിൽ പറയാനുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണെങ്കിലും അതിനൊരു ഇമോഷണൽ കണക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചൈൽഡ് ട്രാഫിക്കിങ്, ഹ്യൂമൻ ട്രാഫിക്കിങ്, അതേപോലെ ബീയിങ് റാഗറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പടമാണ്. പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിനെ കുറിച്ച് വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ഒരു അവസാനം ഒരു ഇമോഷണൽ സംഭവം അതിലേക്ക് കണക്ട് ചെയ്ത് പ്രേക്ഷകരോട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അത് നല്ല ഇതാണ്. അതേപോലെ ഇതിൻ്റെ പാട്ടുകൾ, അതേപോലെ എനിക്കൊന്ന് കഥ, ഇത് ഒരു ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരള പോലീസിൻ്റെ എനിക്ക് ആ പോലീസുകാരൻ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിനാണ് കഥ പോയത്. തിരക്കഥ കൊള്ളാം, തിരക്കഥ ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം വെച്ചാൽ പാട്ടുകൾ, BGM ഇതെല്ലാം വർക്കൗട്ടാണ്. റോഷൻ നന്നായിട്ട് പെർഫോം ചെയ്തു. റോഷന് ആസ് യൂഷ്വൽ ബൈജു ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ റോളും ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലതാണ്, നല്ല പടമാണ്. ഒരു ഓഡിയൻസ് ഇത് വാച്ച് ചെയ്യേണ്ട ഒരു പടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജോസഫ് എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. ജോസഫ് വേറെ എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് സംഭവമാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇമോഷണൽ കണക്റ്റ് കൊണ്ടുവന്നത് കുറവായിട്ട് തോന്നുന്നു.